Good afternoon to all. Muted. Yeah, unmuted. We can speak now. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഇല്ലല്ലോ എന്ത് പറ്റി? എന്തില്ല പറഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? How are you all? Fine. Sugam. And what about you? ഇത് വന്നോ? കണ്ടിട്ട് കുറെ നാളായി. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? സേഫ് ആണോ? ഓക്കെ ആണോ? സേഫ് ആണ്, ഓക്കെ ആണ്. അവരടിക്കുന്നുണ്ട്, അതൊരു വഴിക്ക് പോണു. അതെ, അവിടെ അടിക്കുന്നുണ്ട്. ഹസ്ബൻഡ് അവിടെയാണ് പറയുന്നുണ്ട്, അവിടെ വലിയ പോകുന്നു പറയുന്നുണ്ട്. പറയുമ്പോ തമാശയാണ്, പക്ഷെ ഓക്കെ, അതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. ചോദിച്ചാൽ എനിക്ക് വലിയ ടെൻഷൻ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ, ചോദിക്കുന്നേ ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോ പിന്നെന്തൊക്കെയാ? എല്ലാവരും സുഖമായിട്ട് പോകുന്നു? സുഖായിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ടെൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ സീജ? ഞങ്ങളുടെ പ്രപ്പോസിഷൻ കഴിഞ്ഞു, ടെൻസ് സ്റ്റാർട്ട് ചെയ്തു. ടെൻസ് പിന്നെ സീജക്ക് അറിയാമല്ലോ, സീജോടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ അറിയാം. ഓക്കെ, അപ്പോ ബാക്കി എല്ലാവർക്കും ഓക്കെ ആയിരുന്നോ? ടെൻസ് മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സിലത്തെ മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ? അല്ലേ, ക്ലിയർ അല്ല? എന്തൊന്നും ഉണ്ടാത്തേ? ആരോട് ചോദിച്ചത്? നീ ഭയങ്കര സൈലന്റ് ആണല്ലോ, എന്ത് പറ്റി? ഇത് കാണാത്തൊരു സൈലൻസ്. അതുകൊണ്ടാണ്. നജു എന്ത് പറ്റി? കുഴപ്പമില്ല, കുറച്ച് എക്സോസ്റ്റഡ് ആണ്, അപ്പൊ അങ്ങനെ. വീട്ടിൽ തന്നെ ഇരുന്നോണ്ടാണോ തോന്നുന്നത്? അതുകൊണ്ടല്ല, എൻജോയ് ചെയ്യുന്നുണ്ട്. ഒറ്റക്കുള്ള ലൈഫ് ഒരു രസമുണ്ട്. ഒറ്റയ്ക്കാണോ? അപ്പൊ ഫാമിലി ദുബായിലാണ്. ഞാൻ പെട്ടെന്നൊരു ആവശ്യത്തിന് വന്നതാ, അപ്പൊ പിന്നെ കൂടെ പെട്ടു. അതിന് ടെൻഷൻ ഉണ്ടല്ലേ? ചെറുതായിട്ട്. വലിയ അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ദുബായിൽ വലിയ പ്രശ്നമില്ല. ആദ്യം ഉണ്ടായിരുന്നു. നമ്മള് എയർപോർട്ട് ഭാഗത്താണ് ഉള്ളത്, താമസിക്കുന്നത്. അവിടെയൊക്കെ നന്നായിട്ട് നല്ല സൗണ്ടും പുകയൊക്കെ കാണായിരുന്നു. എയർപോർട്ടിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, ബോംബിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊക്കെ എല്ലാം അവരിങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്നുണ്ട്, മിസൈലൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവിടെ ഇത് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട്. കറക്റ്റ് ദുബായിൽ തന്നെയാണോ? അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സഫോക്കേഷൻ ആണല്ലേ? ഇല്ല, ഇന്ന് കുറച്ചൊരു ടയേർഡ് കാണുന്നുണ്ട്, ഒരു വെറുതെ. മൈൻഡ് ആണോ? ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോ കറക്റ്റ് ആവും, മാറിക്കോളും. കാരണം മൈൻഡാണ്. മൈൻഡ് വിചാരിച്ചാൽ ഇപ്പൊ നമ്മൾ വിചാരിച്ചെന്താ, നമ്മള് ഹാപ്പി ആണെന്ന് നമ്മൾ വിചാരിക്കണേ, ഓക്കെ നമ്മൾ ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. അത് ശരിക്കാതെ വിഷയമേ ഉള്ളൂ അല്ലെ? ശരിയല്ലേ? നിങ്ങൾ ആവേശിക്കുന്ന അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഭയങ്കര മൂടപ്പായിട്ടിരിക്കുകയാണ്, ഒരു നല്ലൊരു ചില്ലായ ഒരു മനുഷ്യന്മാർ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കൈകളൊക്കെ മറക്കും, നമ്മൾ ശരിക്കും അങ്ങനെ മറക്കും. പിന്നെ നമ്മൾ ആ ഒരു മൂട്ടിലേക്ക് ഇങ്ങനെ പോകും, മൂടേ മാറിപ്പോ. അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മൈൻഡോട് നമ്മൾ എന്ത് പറഞ്ഞത് വിശ്വസിക്കുന്നേ. നമുക്ക് എപ്പോഴും അങ്ങനെ ആക്റ്റീവായിട്ട് ഒരാളെ കിട്ടണമെന്നില്ല, ചില ടോക്കറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ആളെ കിട്ടണില്ല. അപ്പൊ ഞാനൊക്കെ കുറെ ടിപ്സ് എടുക്കും, കാരണം കുറെ കോമഡി സീൻ ഇരുന്ന് കാണും ആ ടൈമില്.
നല്ല നല്ല പഴയ കാലത്തെ നമുക്ക് ചിരിക്കാവുന്ന കുറെ ഉണ്ട്. പഴയ കാലത്തൊക്കെ ഞാൻ നമ്മളൊക്കെ ആളെ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അത് ശരിയായിരുന്നു. അങ്ങനെ ആളെ കിട്ടുന്ന ഉറപ്പ് എന്നെ വിളിക്കാം, നമുക്ക് ചിരിക്കാം. അപ്പൊ പോസിറ്റീവായ ഒരാള് മാത്രല്ല, നെഗറ്റീവ് ഉള്ള ഒരാളെ കണ്ടുകൊണ്ടുള്ള അവസ്ഥ വെച്ചേക്ക് ആ ഒരു ദിവസം പോകും. പറഞ്ഞോ, നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടല്ലോ, രണ്ടും പറയണല്ലോ. അതേ ഉള്ളൂ. ലൈഫല്ലേ, രണ്ടും മാറി മറിഞ്ഞു വരുമല്ലോ. പിന്നെ ഒരു കാര്യം, നെഗറ്റീവ്സിനെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാം. നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയില്ല. അതായത് നെഗറ്റീവ്സിനെ നമുക്ക് നമ്മളെ അങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റില്ല. അത് ഞാൻ ഫോളോ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഇതുവഴി ഞാൻ ഇങ്ങനെ ഓവർ തിങ്കിങ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ തന്നെ കുറെ നെഗറ്റീവ്സ് ഇല്ലാതെയോ. ഓവർ തിങ്കിങ് നല്ലതാണ്, പക്ഷെ അതുപോലെ തന്നെ അതിന് സൈഡ് എഫക്റ്റും. ചില കാര്യങ്ങൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് കുറെ ആലോചിച്ചൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ്, അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നെഗറ്റീവില് നമ്മള് ഓവർ തിങ്കിങ് ചെയ്യുമ്പോ കൂടുതൽ പ്രശ്നമാവും, സൊല്യൂഷൻ കിട്ടൂല. ഞാൻ എങ്ങനെയാണ്, ഞാനൊരു ഓവർ തിങ്കറാണ്. ഞാനും അങ്ങനെ ആയിരുന്നു, ഇപ്പൊ നിർത്തി. ഞാൻ എനിക്ക് മാറി നിൽക്കും മാറാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയണം, എല്ലാവരോടും കാര്യം പറയും കേട്ടോ. എനിക്ക് ഇഷ്ടത്താണെങ്കിൽ പോലും നമുക്കിതൊക്കെ നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ആരും ബോറടിച്ചിരിക്കരുത് കേട്ടോ. കുറെ പേർക്ക് ഇനി പോകും മെസ്സേജ് പഠിപ്പിക്കാമെന്ന് എന്തൊക്കെയാ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മള് പഠിപ്പിക്കുക, സബ്ജക്റ്റ് ആണെങ്കിൽ പോലും സബ്ജക്റ്റ് പഠിപ്പിക്കുക. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മള് ആസ് എ പേഴ്സൺ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. നെഗറ്റീവ് പോട്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയും, പക്ഷെ തിങ്ക് ചെയ്യും. പക്ഷെ ഇത്രയേ ഉള്ളൂ, നമ്മള് വിചാരിച്ചാലും നടക്കാതെ ഒന്നുമില്ല. നമ്മള് ഇപ്പൊ നെഗറ്റീവ്സ് ഉണ്ടല്ലോ, നമുക്ക് ചുറ്റും നെഗറ്റീവ് ഏറ്റവും മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ കാണുന്നത് നെഗറ്റീവാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ? കുറ്റം പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓ, നീ എന്റെ കുറ്റം മാത്രമേ കാണൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നെഗറ്റീവ് കാണും, പോസിറ്റീവായിട്ട് ആരും കാണില്ല. അപ്പൊ നെഗറ്റീവ്സിലേക്ക് നമ്മൾ പോസിറ്റീവ് ആകാൻ ശ്രമിക്കണം. അത്രയേ ഉള്ളൂ. കുറെ നാളെ നമ്മൾ കഷ്ടപ്പെട്ട് 6 മാസത്തെ ഒരു എക്സാം അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചിട്ട്, ഒരു എക്സാമ്പിൾ ആണ്, എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു എക്സാം വന്ന് നമ്മൾ അച്ഛൻ ചെയ്ത് മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഓ, ഇത്രയും നാളെ കഷ്ടപ്പെട്ട് ഇത്രയും കിട്ടിയുള്ളൂ, മാർക്ക് കുറവാണല്ലോ എന്ന് പറയും. അത് നെഗറ്റീവ് സൈഡാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇത്രയും വാങ്ങാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞത് പോസിറ്റീവ് ആയില്ലേ? നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ മൈൻഡ്, അല്ലെ? പക്ഷെ നമ്മൾ അത് മാറ്റി പിടിക്കാം. ഇത്രയും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ പറ്റൂ കേട്ടോ. ഒരു പ്രാവശ്യം നമ്മള് നെഗറ്റീവ് ആലോചിക്കും, നമ്മൾ പിന്നെ നെഗറ്റീവ് വേണ്ട പോസിറ്റീവ് ആലോചിക്കും. നമ്മൾ കഷ്ടപ്പെട്ട പോസിറ്റീവ് ആലോചിക്കും. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പിന്നീട് നമുക്ക് നെഗറ്റീവ്സ് വരെയില്ല, പോസിറ്റീവ് ആയിരിക്കും, കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഫീൽ ഗുഡ് ആയിരിക്കും, മീൻസ് ഒരു ഹാപ്പി മൊമെന്റ് ആയിരിക്കും ഫുൾ ടൈം. അങ്ങനെ ആവണം, അങ്ങനെ ആവാൻ ശ്രമിക്കണം. മോണ്ടിസോറി ഇപ്പോൾ ക്ലാസ് കൊടുത്ത് വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ടോപ്പിക് ആണെങ്കിൽ എടുത്ത് കാണാം. ഓക്കെ, കാരണം മോണ്ടിസോറി എന്ന് പറയുന്ന ടീച്ചേഴ്സ് ആണല്ലോ. അപ്പൊ അവര് ഒരുപാട് മോണ്ടിസോറി എന്നല്ല, ഏത് ബാച്ചും, ഇപ്പൊ എച്ച് ആയിക്കോട്ടെ MD ആയിക്കോട്ടെ, ഏത് ബാച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഓരോ സ്റ്റുഡൻസ് നിങ്ങളുടെ അവരുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഓരോരുത്തരും പല രീതിയിലും സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്ത് വന്ന് ചിലപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്നവരായിരിക്കും, അല്ലെ? എല്ലാവരുടെ കാര്യം തന്നെയാണ് ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അല്ലാതെ പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടി കോഴ്സ് ജോയിൻ ചെയ്തവരുണ്ടാകും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഓരോ ക്ലാസ്സിലും അല്ലെങ്കിൽ ഓരോ ബാച്ചത്തിലും. അപ്പൊ നമ്മള് മാക്സിമം അവരെ നമ്മൾ പുഷ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും. ചിലപ്പോ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് മതി അവരുടെ ലൈഫ് തന്നെ മാറും. ഇതെല്ലാം പറയുന്നത് എന്റെ എക്സ്പീരിയൻസും കൊണ്ടാണ് കേട്ടോ. അങ്ങനെയും പറയാറ്, ചുമ്മാ ഞാൻ അവിടെ നിന്നോട് കടുത്ത് പറയുന്നതല്ല. ഞാൻ എങ്ങനെയായിരുന്നു എന്നതാണ് എന്നിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്കും പറ്റും, ഇത്രയേ ഉള്ളൂ. പറഞ്ഞില്ല പറയാനായിട്ട്. അതുകൊണ്ട് ബി ഹാപ്പി ഓൾവേസ്, ബി തിങ്ക് പോസിറ്റീവ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുന്ന ഒരു എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരേ ഒരു ഡയലോഗാണ്, ലവ് യുവർ സെൽഫ്. ലവ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ സിമ്പിൾ ആണ്,
ചെറിയൊരു കാര്യമാണല്ലോ ലവ് യുവർ സെൽഫ്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരുന്നു. നിങ്ങൾക്കറിയോ അത്? ലവ് യുവർ സെൽഫ് എന്ന് പറയുമ്പോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതിന് ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും, ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കും എന്നറിയോ? ഉണ്ടെന്നില്ല അല്ലെ? ഞാൻ തന്നെ ഉണ്ടണം, പറയാറുന്നില്ല. ശരിക്കണ്ട, ഞാൻ തന്നെ പറയേണ്ടി വരും. ചുമ്മാ കേട്ടിരിക്കുകയാണ്, ചുമ്മാ രസമാണല്ലോ ക്രിസ്ത്യൻ പറയുന്നത് ഞാൻ കേട്ടിരിക്കുകയാണ്. സ്ക്രീൻ ചെയ്ത് പറയുന്നതാണ്. ആ പറയൂ. സഫീദ എന്നോട് തന്നെയാണെങ്കിൽ അറിയാതെ എന്തുണ്ടായതാണ്. ഓക്കെ, ബാർക്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? അറിയാതെയാണ്, ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ വല്ലാണ്ട് പ്രതീക്ഷിച്ചു കേട്ടോ. എന്നോട് സംസാരിക്കാൻ ഒരാളെ വന്നു എന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, അപ്പൊ കേൾക്കാൻ ബോറടിക്കുന്നുണ്ടോ? പ്രാഥമിക ചോദിക്കണല്ലോ. ബോറിംഗ് ആണെങ്കിൽ ഞാൻ വിളിച്ചു നിർത്തും, നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. പറയൂ, ബോറിംഗ് ആണോ? ഇല്ലെന്ന് പറയണ്ട, ചുമ്മാ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാൽ ഇവിടെയല്ല പറയുന്നത്. ക്ലാസ് എടുക്കണം, ക്ലാസ് എടുക്കാം. ക്ലാസ്സിലേക്ക് പോയാലോ? ഒന്നേ ഒരു ഒപ്പീനിയൻ ചെയ്തു നമുക്ക് എന്താ നമ്മളോട് പറയാൻ ആദ്യം. എന്താണെങ്കിലും നെഗറ്റീവ് ഓർ പോസിറ്റീവ് എനിത്തിങ് നമുക്ക് ആരോടും അത് പറയാനുള്ള ധൈര്യം വേണം. മനസ്സിലായോ? ബോറടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബോറടിക്കുന്നുണ്ട് എന്ന് പറയണം. അത് ഓപ്പോസിറ്റിനാകുന്ന ആൾക്ക് ഫീൽ ചെയ്ത് ഹേർട്ട് ചെയ്യുന്നതല്ല, സത്യമാണ് പറയുന്നത്. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അതിൽ ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും എന്നോട് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, അതിൽ എനിക്ക് ഹേർട്ടിങ് ഒന്നുമില്ല. ഓക്കെ, മനസ്സിലായോ? എന്താണ് ക്ലാസ് എടുക്കണോ സംസാരിക്കണോ? രണ്ടും ആവാം. രണ്ടും ആ പിൻസൊക്കെ രണ്ടും. ഇനി ആരെങ്കിലും വിനിയോഗ ഒപ്പീനിയൻ? ഞാൻ പറഞ്ഞ മാം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഫ്രണ്ട്സും പറഞ്ഞു, നജുവയും പറഞ്ഞു, ബാക്കി ആരും മിണ്ടുന്നില്ല. എന്താ വേണ്ടേ? രണ്ടെന്നാ പറയുന്നത്. നിങ്ങളെ ക്ലാസ്സിലുണ്ടോ ക്രിസ്ത്യൻ ഇഷ്ടം? വെരി ഗുഡ്. ഇനി സൈനം എന്ത് പറയുന്നു? സൈനം ആരാധന രണ്ടായിക്കോട്ടെ. സഫീദ, നിഷാന ആദ്യമായിട്ടാണോ ക്ലാസ്സിൽ? ആണോ മാം? ഞാൻ പറയാതെ കേൾക്കുന്നുണ്ട്, എനിക്ക് നല്ല പനി, അതുകൊണ്ട്. പനിയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്ന ഒരാളാണ്. കാരണം ഇനി ആ ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കാം. പോട്ടെ. ഓക്കെ, നമ്മൾ ഇപ്പോ ഞാൻ എന്നാലും പറയാമെന്ന് ഞാൻ പറയാം കേട്ടോ, എനിക്ക് സമാധാനം ഉണ്ടാകാൻ. നമുക്ക് അസുഖം വന്നാലും നമ്മൾ ഭയങ്കര ടയർഡായിട്ടാ കിടക്കില്ലേ? അത്രക്ക് കഴിഞ്ഞിട്ട് മാത്രം ഞാൻ അത്രയ്ക്ക് കഴിഞ്ഞ് മാത്രം കിടക്കും, അല്ലെങ്കിൽ ഞാൻ ആക്റ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ ഈ പനി എന്ന് പറയുന്ന സാധനം പോകും. അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാട്ടോ. നമ്മുടെ മൈൻഡാണ് എല്ലാം എന്ന് പറയുന്നതൊക്കെ തെക്ക് കൊണ്ട് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയാണല്ലോ. നമുക്ക് പനിയാണ്, ഓക്കെ, പക്ഷെ അത് നമുക്ക് പനിയല്ല, അത് മാറും. ഓക്കെ, പറയുമ്പോ ഓവറായിട്ടൊക്കെ തോന്നുമെങ്കിൽ ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യാറുണ്ട്. വട്ടാണെന്നോ എന്താണെന്നും പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഐ തിങ്ക് യു ഫീൽ ബോറിംഗ്. ചിരിക്കണ്ട, ബോറടിക്കുന്നുണ്ടോ? നമുക്ക് സത്യം പറയും, ബോറടിക്കുന്നുണ്ടോ? ജിൻസി ഞാൻ എന്താ ചെയ്യാ? ജിൻസിയാണ് പറഞ്ഞത്. സൗണ്ട് എന്ത് പറയുന്നു? പുറത്ത് ഫുൾ ടൈം ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന ഒരാളാണ്. സീജ പോവാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സംസാരിക്കാട്ടോ സീജ. ഓക്കെ, ഇനി നാളെയും എന്റെ ക്ലാസ് ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയട്ടെ. നാളെ എന്റെ ക്ലാസ് ആണ്. അശ്വതിക്ക് ലീവാണ്. സോ ലീവ് ആകുമ്പോ എല്ലാവരും എന്നെയാണ് ക്ലാസ്സിലേക്ക് കയറ്റുന്നത്. എന്ത് ചെയ്യാനാ? അശ്വതി മാമിനെ ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ. പറഞ്ഞോളൂ കേട്ടോ, പെട്ടെന്ന് എത്രയും വേഗം സുഖമായിട്ട് വരാനും ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്ന് ഞങ്ങളെ ബാച്ച്. എനിക്ക് എന്റെ മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല, ഫുൾ ടൈം എന്നെ കണ്ടുപിടിക്കണ്ടേ.
അതിവിടെ ഉണ്ടല്ലോ എപ്പോഴും. ഇഷ്ടപ്പെടാവോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഈ ഗ്രൂപ്പിനെ ശരിക്കും ഇളക്കി മറിക്കണത് മാം തന്നെയാണ്. ക്ലിയർ ആയില്ല. നമ്മുടെ ഗ്രൂപ്പ് മീൻസ് നമ്മുടെ ക്ലാസ്. സോറി. അങ്ങനെ ചുമ്മാ രണ്ടും മിണ്ടില്ല, രക്ഷപ്പെടണ നോക്കി ഇത് ഞാൻ ഇളക്കി മറിക്കുന്നതൊക്കെ. ഞാനാണ് ഇവിടെ വെറുതെ ചുമ്മാ എന്ന് വർത്താനം പറയുന്നത്. സത്യം മിസ്, നിങ്ങൾക്ക് സംസാരിച്ചൂടെ? നിങ്ങൾക്ക് സംസാരിക്കും. ആ അൺമ്യൂട്ട് ചെയ്യും. അവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് അൺമ്യൂട്ട് ആവും. എന്നിട്ട് എന്നോട് സംസാരിക്കും. സംസാരിക്കൂട്ടോ. നിങ്ങളാണെങ്കിൽ സംസാരിക്കുമ്പോൾ എന്നോട് ടെൻസ് ഒക്കെ പഠിപ്പിച്ച് കേട്ടിട്ടോ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മിണ്ടിയില്ലെങ്കിലാണ്. കേട്ടല്ലോ എല്ലാവരും? ആരും മിണ്ടില്ല. അയ്യോ, ആരും മിണ്ടില്ല. പ്രിൻസ് ഡ്യൂട്ടിയില്ല. പ്രിൻസ് മിണ്ടാത്ത ഡ്യൂട്ടിയില്ല. ഞാൻ ഡ്യൂട്ടിയില്ല, അതുകൊണ്ടാ. അല്ലെന്നാ ഇപ്പൊ ഈ സമയം തികയില്ല മിണ്ടിക്കഴിഞ്ഞാ. അതെ. അപ്പൊ വായടച്ചിരുന്നോ? പക്ഷെ ഞാൻ പെട്ടുപോട്ടോ. രണ്ടും മിണ്ടില്ലെന്ന് എന്നോട് എല്ലാരും ടെക്സ്റ്റ് ചെയ്യും. പക്ഷെ മിണ്ടില്ല. ആയിരിക്കും മിണ്ടണം. ആവശ്യം സംസാരിക്കണം. സംസാരിച്ചേ പറ്റൂ. ഷുഡ് തന്നെ പറയാം. മുഴുവനും പറഞ്ഞ മിണ്ടില്ല. ഭയങ്കര കഷ്ടമുണ്ടോ? ഇത് ശരിയല്ല, അതൊക്കെ ശരിയല്ല. ഇങ്ങനെ പെരുമാറുമ്പോഴാണ് എനിക്ക് ഹേർട്ട് ആവുന്നത്. വളരെ വളരെ മോശമാണ്. സീരിയസ് ആയിട്ട് പറയുന്നത്. ഞാൻ കണ്ടിട്ട് തമാശ ആയിട്ട് തോന്നുന്നില്ല. സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. എന്നോട് സംസാരിച്ച് എനിക്ക് ഹേർട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. ക്ലാസ്സിലേക്ക് പോവാണ്. സംസാരമൊന്നുമില്ല. ഫുൾ ടൈം ക്ലാസ് നോക്കിക്കൊണ്ടല്ലോ. 2 ദിവസം ഫുൾ ടൈം ക്ലാസ് ആയിരുന്നു. ഓക്കെ, ഇനി സംസാരിക്കില്ല. എന്നോട് ഞാൻ മിണ്ടില്ല. ഉറപ്പാണ്. നിങ്ങളിങ്ങനെ ഇങ്ങനെ ഇമോജിയിലായി നിൽക്കാൻ പറ്റും. ഞാനൊരു ഇമോജിയില. അതെ മതി. പിന്നെ സംസാരിക്കുക. എന്റെ ക്ലാസ് ഫുള്ള് നാളെയും വരുന്നത്. നാളെയും ക്ലാസ്. ഓക്കെ, ശ്രദ്ധിച്ചു. ഇനി സീരിയസ് ആണ്. ഇനി ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ടെൻസ് പഠിക്കാം കേട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് എഴുതി. ഐ തിങ്ക് കുറച്ച് സെന്റൻസ് നമ്മളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്ട് പ്ലസ് V1 ആണ്. സബ്ജക്ട് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ V1 ബേസ് ഫോം ആണ്. ദെൻ നമ്മൾ റൂൾ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓൾറെഡി എല്ലാം നമ്മൾ നോർമലി കാണുന്ന എല്ലാ വേർബും പ്ലൂറൽ ആണ്. അതിനെ സിംഗുലറൈസ് ചെയ്യാണ് ചെയ്യുക പൊതുവെ. അപ്പൊ ഒരു പ്ലൂറൽ വേർബിനെ നമ്മൾ സിംഗുലറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേർഡിനെ ബേസ് ചെയ്തിട്ട് ESO SO ഒക്കെ ആഡ് ചെയ്യണം. അപ്പോഴാണ് ആ വേർബ് എന്താകുക? സിംഗുലർ ആകുക. ഓക്കെ, ക്ലിയർ? അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് അങ്ങനെയാ യൂസ് ചെയ്യുക. He goes, right? He goes to gym every day. He goes to gym every day എന്ന് പറയാം. Then ഇനി യൂണിവേഴ്സൽ ട്രൂത്ത് പറയുകയാണെങ്കിൽ the sun rises in the east. The sun rises in the east. അവിടെ rises പറയാൻ കാരണം എന്താ? സൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് റൈസ് എന്ന് പറയുന്ന റൈസസ് ആയി. ഓക്കെ, ക്ലിയർ? The sun rises in the east എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താ പറയാ? അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. പിന്നെ birds fly in the sky എന്ന് പറയാം. Then fishes അല്ലെങ്കിൽ fish lives in the water എന്ന് പറയാം. ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇത്രയേ ഉള്ളൂ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സബ്ജക്റ്റും വെർബും നമ്മുടെ കണക്ഷൻ നോക്കാം. അതാണ് മെയിൻ. ഇപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അതർവൈസ് ഈ ടെൻസ് വളരെ ഈസി ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്തേ. ഈ ടെൻസ് വെച്ചിട്ട് 5 എക്സാമ്പിൾ നെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ടുള്ള കുറച്ച് 5 എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യും. സെന്റൻസ് ഒരു ലെങ്തി സെന്റൻസ് ആയിക്കോട്ടെ. ഓക്കെ, എല്ലാം നെക്സ്റ്റ് ചെയ്യും കേട്ടോ.
തെറ്റിപ്പോട്ടെ, കുഴപ്പമൊന്നുമില്ല. മിസ്റ്റേക്ക് വരും, മിസ്റ്റേക്കിലൂടെ മാത്രം നമ്മൾ പഠിക്കും. സോ മിസ്റ്റേക്ക് വരും എന്ന് വിചാരിച്ച് ടെക്സ്റ്റ് ചെയ്യാതിരിക്കണ്ട. ഒരു 5, ഓക്കെ, മിനിമം 5 എക്സാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സോ ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യാം. സെൻഡ് ടു മീ ഓർ ടെക്സ്റ്റ് ടു മീ.
Okay, check it out. She studies for her exam. Okay. That means I walk into the hospital. She eats breakfast at 7 a.m. They play football every evening. She studies at night. Okay. Then she sings very well. I see the picture. He plays football. He on him. They watch movie. Yeah. It walks very fast. Dog barks loudly at night. Okay. It rains today. Okay. I play football. She reads book. They go to school. She likes ice cream. They eat rice every day. The sun sets in the west. Okay. I play for cricket. I play cricket every day. I play cricket every day. So I play cricket every day. Then I prepare. Eating and that pasta. I prepare for exam every day. Every day I prepare for exam. And I I walk morning at 6 p.m. I walk morning and I go to walk. I go for a walk morning. I go for a walk. I go for a walk every morning at 6 o'clock. Morning at 6 p.m. Morning where 6 p.m. PM and AM. No. Mom cooks delicious food. My brother drives a car, but he loves his screen. Cat sits on the table. Yes, correct. Apo clear aanalla? Simple present tense clear aana? Yeah. Okay. So let's move on another. So next tense is present continuous tense, and the Malayalam meaning. Write down the meaning, present continuous tense, and the Malayalam meaning is cheyukayana. Current situation aanu, ipo nadakkunna karyana. Okay, you can say what you doing now. You doing now? You can say it in present continuous tense. You can use tense, current situation. Okay. നമ്മളിപ്പോ പഠിക്കാണ്, ഞാൻ പഠിപ്പിക്കാണ്, നിങ്ങൾ പഠിക്കാണ്, നിങ്ങൾ വായിക്കാണ്, എഴുതാണ് എന്നൊക്കെ പറയുന്നതെല്ലാം ഇപ്പൊ നിൽക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഇനിയിപ്പോ അത് ഞാൻ പറഞ്ഞു ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റും എന്ന് പറഞ്ഞു, അത് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഫ്യൂച്ചറിലും പറയാൻ പറ്റും. അതെങ്ങനെയാണ്? ഞാൻ നാളെ ദുബായിലേക്ക് പോവാണ്, ഞാൻ നാളെ ദുബായിലേക്ക് പോകുകയാണ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആക്ഷൻ ആണ്. ഫ്യൂച്ചർ ആക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്ത ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴും ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഞാൻ നാളെ പോവാണ്, ഞാൻ നാളെ പോവാണ്, ഞാൻ നാളെ സിനിമക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. അപ്പൊ പ്രസന്റ് കറന്റ് സിറ്റുവേഷൻ നടക്കുന്ന കാര്യം പറയാനും പറ്റും, അതുപോലെ ഫ്യൂച്ചർ ആക്ഷനും സംടൈംസ് പറയാനും പറ്റും. അതും ഈ ടെൻസ് യൂസ് ചെയ്ത് പറയാൻ പറ്റും കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്ട്രക്ചർ ചെയ്താ subject plus present auxiliaries ആണ് വരുന്നത്. present auxiliaries ആയ is are. Subject plus is are plus verb ing. Subject plus is are plus verb ing. ഇതാണ് സ്ട്രക്ചർ വരുന്നത് കേട്ടോ. Auxiliary is used with the subject I, and the is used with the he, she, it, everybody, and the auxiliary are is used with you, we, they, the plural subject. Okay, ഇവിടെ I ഇവിടെ subject singular ആയിട്ടാണ് കാണുന്നത് കേട്ടോ. I present continuous, അതായത് continuous actionൽ മാത്രമാണ് I subject single ആയി നമ്മൾ കൺസിഡർ ചെയ്യുക. അതർവൈസ് എല്ലാ ടെൻസിനും നമ്മൾ plural ആണ് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഐ എന്താണ്? സിംഗുലർ ആണ്.
Well, auxiliary used with the I, and is used with the he, she, it's everybody, and are is used with the you, we, they. ഐയുടെ കൂടെ ആമും he, she, it's everybody കൂടെ ഈസും you, we, they കൂടെ ആറുമാണ് യൂസ് ചെയ്യുന്നത്. I am playing football. ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ്. I'm going to Dubai tomorrow. Tomorrow I am going to Dubai. ദുബായിലേക്ക് നാളെ പോവാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറീസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്സിലറീസ് വരുമ്പോൾ വേർബിന്റെ കൂടെ ഐൻജിപ്പും നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ നടക്കുന്ന സംഭവം ആയിക്കോട്ടെ, നാളെ നടക്കുന്ന സംഭവം ആയിക്കോട്ടെ, എല്ലാം ടെമ്പററി ആക്ഷൻ ആണ്, പെർമനന്റ് ആക്ഷൻ ആണ്, ടെമ്പററി ആണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുകയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണെന്ന് പറയുന്നത് 3:30 വരെയുള്ള കാര്യമാണ്. ഇറ്റ്സ് എ ടെമ്പററി ആക്ഷൻ അല്ലെ? ക്ലിയർ ആയോ? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ? എക്സാമ്പിൾസ് പറയൂ. 5 എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. ഇതനുസരിച്ചിട്ട് 5 എക്സാമ്പിൾ, കുറച്ച് ലെങ്തി എക്സാമ്പിൾ നോക്കാം, ട്രൈ ചെയ്യാം. ഐ മീൻ ഒരു പ്രിപ്പോസിഷൻസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് എക്സാമ്പിൾ. Very fast. Birds are flying. They are going to Dubai tomorrow, and I'm playing cricket now. And will come tomorrow. Ladies are enjoying in the function. Okay. ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്തിട്ടോ. അതിന് മുന്നേ ഒരു കാര്യം പറയാം. എനിക്ക് സിമ്പിൾ പെർസെന്റേജിൽ നമ്മുടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറഞ്ഞുള്ളൂ, നെഗറ്റീവ്സിനെ കുറിച്ച് പറയാനുണ്ട്. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യില്ല, അതിനുശേഷം അങ്ങോട്ടേക്ക് ഒന്നും അങ്ങോട്ടൊന്നും പറയാനുണ്ട് കേട്ടോ. ഇതിപ്പോ ഫ്രണ്ട്സ് ഐ വിൽ കം ടുമോറോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തെ. പോസിറ്റീവ്സും നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസും പറയാനുണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഈ ടെൻസ് വെച്ചിട്ട് 5 എക്സാമ്പിൾ എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ.
ഓക്കെ, ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ടെക്സ്റ്റ് ചെയ്തവർ കറക്റ്റ് ആണ്, ക്ലിയർ ആണ് കേട്ടോ, മിസ്റ്റേക്ക് ഒന്നുമില്ല, ക്ലിയർ ആണ്. ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. Baby is trying and go to live up to 10 minutes. ആണോ? എക്സാമ്പിൾ ആണോ അതോ പറഞ്ഞാണോ? കറക്റ്റ് ആണോ? 10 പോകുന്ന കാര്യമാണ്. We are enjoying your class. അതും ചുമ്മാ അതും എക്സാമ്പിൾ ആണോ? അത് എക്സാമ്പിൾ അല്ല. ഇതിൽ ചിലതൊന്നും എക്സാമ്പിളേ അല്ലല്ലേ? റിയലി ഫാക്ടാണ്. ഓക്കെ, ആ ഹസ്ബൻഡും മക്കളും എവിടെയാണോ? അവരെവിടെയാണ്? മക്കൾ എത്ര പേരാ? മക്കള് 3 കുട്ടികളുണ്ട് എനിക്ക്, വലിയ കുട്ടികളാ. 3 കുട്ടികളുടെ അമ്മയാണ് കാണുന്നുണ്ട്. ഒരു ദിവസം നാളെ നോക്കി ക്യാമറ ഓൺ ചെയ്താലോ? സാധാ വീട്ടിലിരിക്കണ വേഷത്തിലാണ് ഇരിക്കണതൊക്കെ. ഞങ്ങൾ എന്താണ് ഞങ്ങള് അറിയാലോ, നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. പക്ഷേ നിങ്ങൾ നേരിട്ട് കാണട്ടോ, എവിടെയെങ്കിലും കാണും. നേരെ നമ്മൾ ഞാൻ ഈ പിക്കിനോടെ സംസാരിക്കുന്നത് ഇപ്പൊ ഫേൽപ്പിക്കാൻ. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ എന്റെ ഫേസിൽ നോക്കിയാണ് സംസാരിക്കുക. ഇതാണ് എന്റെ അവസ്ഥ. എങ്ങനെയുണ്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്നെ കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, ഷൂസിനെ കാണുമല്ലോ അതുപോലെയാണ് എനിക്ക്. മനസ്സിലായോ? of the Richard. Okay, the cat is playing with a ball. The eyes are on to next day. Okay, clear. Clear ആണല്ലോ, മനസ്സിലായോ? ഈ 2 ടെൻസ് ക്ലിയർ ആയോ നമുക്ക്? ഇനി നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് ഒന്ന് പോവാണേ, കാരണം ഞാൻ നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞില്ല. അതായത് ഇപ്പോ he plays cricket എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ്. ഓക്കെ, he plays cricket എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇപ്പോ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നെഗറ്റീവ് ആക്കണമല്ലോ. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്ന് പറയണ്ടേ? നെഗറ്റീവ് സൈഡ് എന്താണ്? ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്ന് പറയുമ്പോ അവിടെ നെഗറ്റീവ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? നെഗറ്റീവ് എങ്ങനെ ആക്കാൻ പറ്റും? ഈ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കാം. He plays cricket. ഈ സെന്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കണം. ഡസിന്റ് ആണ് കേട്ടോ, കാരണം സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദേ ആണെങ്കിലോ, ദേ പ്ലേ ക്രിക്കറ്റ് ആണെങ്കിലോ എന്ത് വരും? ഡോണ്ട് വരും. പ്ലൂറലിന്റെ കൂടെ ഡു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ he plays cricket, he doesn't play വരും. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ്. അപ്പൊ ഡസ് അവിടെ വന്നു കഴിഞ്ഞാല് പിന്നെ ഈ വെർബിന്റെ കൂടെ എസിന്റെ ആവശ്യമില്ല, കാരണം does plus play ആണ് എന്ത് പ്ലേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? does plus play ആണ് പ്ലേസ്. അങ്ങനെയാണ് റിസ്റ്റ് അവിടെ വരുന്നത്. he plays cricket എന്ന് പറയാം. ശരിക്കും ഇങ്ങനെയും പറയാം നമുക്ക്, he does play cricket. ഇങ്ങനെയും പറയാം, ഇങ്ങനെ പറഞ്ഞൊന്നും തെറ്റൊന്നുമില്ല. സിംപിൾ ആണ്, നമ്മള് ഷോർട്ട് ആക്കി പ്ലേസ് എന്ന് പറഞ്ഞു. he plays cricket. അവിടെ ഡസ് ഉണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെയാണ് they do play എന്ന് പറയില്ല, അത് പറഞ്ഞില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ നെഗറ്റീവില് doesn't വരും. he doesn't play cricket എന്ന് പറയും. ഓക്കെ, then അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ they play cricket എന്നാണെങ്കിൽ they don't play വരും. Don't play. They don't play.
ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? അപ്പൊ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു, അവൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. അവർ ക്രിക്കറ്റ് കളിക്കുന്നു, അവർ ക്രിക്കറ്റ് കളിക്കുന്നില്ല. നെഗറ്റീവ്സും പോസിറ്റീവ്സും ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കണം. അതായത് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ അവൻ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ, അവൻ ക്രിക്കറ്റ് കളിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്നെ ചോദിക്കുക, അവൻ ക്രിക്കറ്റ് കളിക്കുകയാണോ? Does he play? Does he play cricket? എന്ന് പറയുന്നത് does he play cricket? ആ ഹെൽപ്പിംഗ് ബോർബായ ജസ്റ്റിനടുത്ത് നമ്മൾ ഫസ്റ്റ് ആണല്ലോ, ക്വസ്റ്റ്യൻ ആണല്ലോ. Does he play cricket എന്ന് ചോദിക്കാം. ഇനി അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ, doesn't he play cricket എന്ന് ചോദിക്കും. Doesn't. അപ്പൊ he plays എന്തൊക്കെയാ വരാ? ഇവിടെ 4 ആക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ, 4 സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. He plays, he doesn't, he doesn't play, then does he play, which question ആണ്? Does he play, then doesn't he play. ഇങ്ങനെയാണ് സിംഗുലർ സബ്ജക്റ്റിൽ വരുന്നത്. He plays cricket, he doesn't play cricket, does he play cricket, doesn't he play cricket. Okay, ഇനി പോസ്റ്റിൽ പോരാണെങ്കിൽ പ്ലൂരൽസിൽ പോരാണെങ്കിലോ, they play, they don't play, do they play, then don't they play. ഇങ്ങനെ വരും ട്ടോ. They play cricket, they don't play cricket, do they play cricket, sorry, do they play cricket, don't they play cricket. ഇങ്ങനെ വരും. ഇതാണ് ആക്ഷൻസ്. ആക്ഷൻസ് എല്ലാം 4 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇങ്ങനെ തന്നെയാണ് പ്രസന്റ് കണ്ടിന്യൂസിലുള്ളത് കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസിൽ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ പറയാലോ. എത്രയും ഓക്കെ ആണോ? ക്ലിയർ ആയോ? മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് കംപ്ലീറ്റ് ആയി. Yes. ഇനി കണ്ടിന്യൂസിലൊക്കെ വരാണെങ്കിൽ എന്താണ്? I am playing it. ഇപ്പോ I am playing cricket, അത് സ്റ്റേറ്റ്മെന്റ് ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നെഗറ്റീവ് വേണം, പോസിറ്റീവ് വേണം. ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും നോക്കിയിട്ട് വരും, നെക്സ്റ്റ് ക്ലാസ്സിൽ വരും. ഇത്രയും നോക്കിയിട്ട് വരും. നാളെ എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. അശ്വതി മിസ്സിന്റെ പകരം ഞാനാണ്. അപ്പോ നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. സോ വിൽ മീറ്റ് ടുമോറോ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? Let's wind up today's class. Okay? പഠിപ്പിച്ചെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? യൂസ്ഫുൾ ആണോ? അതൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ടെൻസ് ഒക്കെ ഓക്കെ ആണ്, ക്ലിയർ ആണ്. ബോറടിക്കുന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കൂട്ടോ. ടെൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് അങ്ങനെയാണ്, കുറച്ചൊക്കെ ഫസ്റ്റ് ബോറടിക്കും. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടത്തോടെ പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ക്ഷമിച്ച് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും. ഓക്കെ, ലൈവ് ക്ലാസ്സിൽ തന്നെ മാക്സിമം അത് ജോയിൻ ചെയ്ത് പഠിക്കാൻ നോക്കാം. ഇനി എന്നോട് സംസാരിക്കണ്ട ആരും. ഓക്കെ, ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല. ഞാൻ അപ്പൊ ഓക്കെ, Nice talk with you. ശരിയല്ലേ? ഞാൻ ഇവിടെ ഇരുന്ന് ചുമ്മാ എത്ര നേരം സംസാരിച്ചു, ഒരക്ഷരം വേണ്ടിയോ? ഇല്ല, ഇനി ഞാൻ സംസാരിക്കില്ല. ക്ലാസ് ബോറടിക്കണം, ക്ലാസ് ഭയങ്കര ബോറടിക്കണം. അതിന് വേണ്ടില്ല, ഞാൻ ഇനി ഫുൾ ടൈം ഇംഗ്ലീഷ് എടുക്കുള്ളൂ. നോക്കിക്കോ, ഇംഗ്ലീഷ് ക്ലാസ് സൂപ്പർ ആയിരിക്കും. അതായത് നമുക്ക് ഉറങ്ങും.
ക്ലാസ്സിലാരും വരെയില്ല, ജോയിൻ ചെയ്യേയില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നോണ്ടല്ലേ നിങ്ങൾക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ മിണ്ടില്ല. എന്നോട് തിരിച്ച് സംസാരിക്കണം. സൗദ സൈനബൊക്കെ എന്താ മിണ്ടാതിരിക്കുന്നത്? സൗദയൊക്കെ സംസാരിക്കുന്ന ആളാണല്ലോ. അതാണ് ആരും ഇവര് മിണ്ടുന്നില്ല. കൊള്ളാട്ടോ സൗദ. എല്ലാ ക്ലാസ്സിലും സംസാരിക്കും, എന്നോട് മാത്രം മിണ്ടില്ല അല്ലെ? കൊള്ളാട്ടോ. ഓക്കെ, ഞാൻ മാഡം ഇൻസ്റ്റയില് ഒരു റിക്വസ്റ്റ് അയച്ചാൽ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. ആണോ? 2 വർഷമായി. 2 വർഷം കോഴ്സിന് ചുമതലപ്പോ 6 മാസം ആയിട്ടില്ല. 2 വർഷം. സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആണെന്നും പറയുന്നുണ്ട്. റിക്വസ്റ്റ് വന്നിട്ടാ നോക്കിയിട്ടുമില്ല. സത്യം ഞാൻ പറയുകയാണെങ്കിൽ ആവശ്യത്തിന് പറയുന്ന അക്സെപ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല, റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാറില്ല, അത് സത്യം. പക്ഷെ സ്റ്റുഡന്റ് ആണ് ഞാൻ ചെയ്യും. ഐഡിയ എന്തായിരുന്നു? എന്റെ പേര് തന്നെ പ്രിൻസിപ്പളോ? ഓക്കെ, എന്നാണ് റിക്വസ്റ്റ് ചെയ്തത്? ഒന്നുകൂടെ ഒന്ന് ഹായ് അയച്ചാലും മതി. നോക്കട്ടെ, ഞാൻ ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെ പറയണമായിരുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന എല്ലാരും പിടിച്ചു നിൽക്കാൻ പറയണാണോ എന്ന് സംശയമുണ്ട് മാം. എനിക്കും ചെറിയ ഡൗട്ട് ഉണ്ട്. അല്ല, ഡൗട്ട് എന്തായിരുന്നു? ക്ലിയർ ആയില്ല എനിക്ക്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ആണെന്ന് എല്ലാവരും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയണതാണോന്ന് ഡൗട്ട് ഉണ്ട് മാം. ശരിക്കും നോക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയ? ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആ. അഡിക്ഷൻ ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ തന്നെ നോക്കാം, അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ. Okay. See you on the next class. I mean tomorrow. Okay. So bye to all. Thank you. Have a nice day. Bye bye. Thank you.